എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7ാം ക്ലാസ്സിലെ കേരള പാഠാവലി ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരങ്ങളൊക്കെ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ 7ാം ക്ലാസ് പഠിക്കുന്ന ബെസ്റ്റിക്ക് ഷെയർ ചെയ്തെടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. 6 പ്രവർത്തനമാണ് ഉണ്ടാവുക. അതിൽ ഒന്നാമത്തെ പ്രവർത്തനം അറിയാമല്ലോ, നിർബന്ധമായിട്ട് ഉത്തരം എഴുതണം. 2 മുതൽ 6 വരെയുള്ള പ്രവർത്തനങ്ങളിൽ 4 പ്രവർത്തനങ്ങൾക്ക് മാത്രം ഉത്തരം എഴുതിയാൽ മതി. ആദ്യത്തെ പ്രവർത്തനം നമുക്കൊരു പാസേജോ ഒരു പദ്യഭാഗമോ ഒരു ഗദ്യഭാഗമോ തരും. അതിൽ നിന്ന് 5 ചോദ്യങ്ങൾ ഉണ്ടാവും. ആ ചോദ്യത്തിന് ശരിയായ ഉത്തരം നൽകിയാൽ നമുക്ക് എ ഗ്രേഡാണ് ലഭിക്കുക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പ്രവർത്തനം ഇതിലൊരു പദ്യഭാഗമാണ്. വായിക്കാം. ഉയരെ പാറും കഴുകന് പാടം പച്ച കമ്പളമാകുന്നു. വെള്ളം കയറി നിറഞ്ഞ തടങ്ങൾ പൊട്ടിയ ചില്ലുകളാകുന്നു. മലയടിവാരം ചുറ്റി വരുന്നൊരു പുഴയൊരു തുകിലാകുന്നു. ചിതറിക്കാണും വീടുകളാരോ വിതറിയ കൂടുകളാകുന്നു. ഭൂമിയെ മൂടും മൂടൽ മഞ്ഞല പഞ്ഞിത്തുണ്ടുകളാകുന്നു. വലിയ മരങ്ങൾ നിറഞ്ഞൊരു കാടും നല്ലൊരു പുൽമേടാകുന്നു. നമ്മുടെ റോഡുകൾ നാനാവിധമായി ചിന്നിയ നാടകങ്ങളാകുന്നു. അതിലെ തലയും നാമോ കഴുകന് ചോണനുറുമ്പുകളാകുന്നു. പി മധുസൂദനൻ്റെ ഒരു കവിതയാണ്. അപ്പോൾ കവിത തരുമ്പോൾ നമുക്ക് ഗദ്യഭാഗം ഒരു പാസേജ് ഇങ്ങനെ തരുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ചോദ്യങ്ങളുടെ ഉത്തരമൊക്കെ കണ്ടെത്താൻ കഴിയും. പദ്യഭാഗം ആകുമ്പോൾ ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ നമുക്ക് ഒരു കഴുകൻ്റെ ആകാശത്ത് നിന്ന് ഒരു കഴുകൻ്റെ കാഴ്ചകൾ, ഭൂമിയിലുള്ള കാഴ്ചകളാണ് ഇതിൽ പറയുന്നത് അല്ലേ. ഉയരെ പാറുന്ന കഴുകന് പാടം പച്ച കമ്പളമാകുന്നു. വെള്ളം കയറി നിറഞ്ഞ തടങ്ങ പൊട്ടിയ ചില്ലുകളാകുന്നു. അപ്പോൾ മുകളിൽ നിന്നുള്ള ആ കാഴ്ചകളെ ഓരോന്നും കഴുകന് എങ്ങനെയാണ് തോന്നുന്നത് എന്നാണ് ഇതിൽ വിശദീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ചോണനുറുമ്പുകളായി കഴുകന് തോന്നുന്നത് ആരെയാണ്? ഉറുമ്പുകളെ, മനുഷ്യരെ, കല്ലുകളെ, പുഴുക്കളെ. അപ്പോൾ ചോണനുറുമ്പുകളായിട്ട് തോന്നുന്നത് എന്താണ്? ഇവിടെ ലാസ്റ്റത്തെ വരികൾ നമുക്ക് അറിയാം. അതിലെ അലയും നാമോ കഴുകന് ചോണനുറുമ്പുകളാകുന്നു. അപ്പം നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? മനുഷ്യർ എന്നാണ്. നാം എന്ന് പറയുന്നത് ഇവിടെ മനുഷ്യരാണ് അല്ലേ. മനുഷ്യർ എന്ന് എഴുതാം. ഇനി അടുത്തത് മലയടിവാരം ചുറ്റി വരുന്നത് എന്താണ്? വാഹനങ്ങൾ, മഞ്ഞ്, പുഴ, കാറ്റ്. എന്താണ്? പുഴയാണ് അല്ലേ. ഇനി അടുത്തത് കഴുകൻ്റെ പ്രത്യേകതയായി കവിതയിൽ പറയുന്നത് എന്താണ്? താഴ്ന്നു പറക്കുക, ഉയരത്തിൽ പറക്കുക, ഉയരത്തിലിരിക്കുക, ഉറക്കെ കരയുക. എന്താണ് കഴുകൻ്റെ പ്രത്യേകത? ഉയരത്തിൽ പറക്കുക. കവിതയിൽ പ്രയോഗിച്ച തുകിൽ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? മഞ്ഞ്, മൂടൽ, പാടം, വസ്ത്രം. തുകിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വസ്ത്രമാണ്. കഴുകൻ പച്ച കമ്പളം പോലെ കണ്ടത് എന്താണ്? പാടവും കുളവും, പാടം, കാടും പൂന്തോടും, കാടും മേടും. അപ്പോൾ ശരിയായ ഉത്തരം എന്താണ്? പാടം ആണ്. അത് നമ്മൾ ആദ്യത്തെ ലൈനിൽ തന്നെ വായിച്ചതാണ്. അപ്പോൾ നമ്മൾ പദ്യം വരുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, മാറിപ്പോവരുത്. ഇനി നമുക്ക് അടുത്തൊരു ക്ഷണക്കത്ത് തയ്യാറാക്കാനാണ്. നിങ്ങളുടെ സ്കൂളിൽ ഭാഷോത്സവം സംഘടിപ്പിക്കുന്നതിനോടനുബന്ധിച്ച് പ്രശസ്ത എഴുത്തുകാരൻ NN കാരശ്ശേരിയെ വിശിഷ്ടാതിഥിയായി ക്ഷണിച്ചുകൊണ്ട് കത്ത് തയ്യാറാക്കാനാണ്. അപ്പോൾ നമ്മൾ കത്ത് തയ്യാറാക്കുമ്പോൾ അതിന് ഒരു രീതിയുണ്ട്, ഒരു ഫോർമാറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ അത് പാലിക്കാൻ ശ്രമിക്കുക. നമ്മൾ എഴുതുന്ന ആശയങ്ങൾ കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസം ഉണ്ടെങ്കിലും നമ്മൾ ആ ഫോർമാറ്റ് പിന്തുടരാൻ ശ്രമിക്കുക. കത്തെഴുതുമ്പോൾ സ്ഥലവും തീയതിയും എഴുതണം. ഇതൊരു ഒഫീഷ്യലായിട്ടുള്ള ലെറ്ററാണ്. ബഹുമാനപ്പെട്ട NM കാരശ്ശേരി മാഷിനെ എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങുക. തിരുവരങ്ങ് ഗവൺമെൻറ് UP സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് ഞങ്ങൾ. നവംബർ മാസം 17-ന് ഞങ്ങളുടെ സ്കൂളിൽ ഭാഷോത്സവം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ പരിപാടിയിൽ വിശിഷ്ടാതിഥിയായി താങ്കൾ എത്തിച്ചേരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഈ വിവരം അങ്ങയെ അറിയിക്കാനാണ് ഈ കത്ത്. അന്നേ ദിവസം താങ്കൾ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങയുടെ വിലയേറിയ വാക്കുകൾ കൂടി ചേരുമ്പോൾ ഭാഷോത്സവം മറക്കാനാവാത്തൊരു കാവ്യാനുഭവമായി മാറും എന്ന പ്രതീക്ഷയോടെ വിശ്വസ്തയുടെ പേര് ഒപ്പ്. അപ്പോൾ സ്ഥലം, തീയതി, അഭിസംബോധന, പിന്നെ ആശയം, പിന്നെ ഉപസംഹാരം, വിശ്വസ്തയുടെ പേര് ഒപ്പ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതെങ്കിലും നിങ്ങൾ എഴുതി വെക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ ഒരു കത്തൊക്കെ വന്ന്. ഇനി അടുത്തതൊരു ജീവചരിത്രക്കുറിപ്പാണ്. ഇവിടെ വായിച്ചാൽ അറിയാം. താഴെ കൊടുത്തിരിക്കുന്ന സൂചകങ്ങളും പഠിച്ച കാര്യങ്ങളും ചേർത്ത് വെച്ച് ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാനാണ്. ചങ്ങമ്പുഴയെ കുറിച്ചാണുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്.
കാവ്യനർത്തകി അടക്കം 48 കവിതാ ഗ്രന്ഥങ്ങൾ, 13 ഗദ്യകൃതികൾ, ദിനദേവഗീത, മനസ്വിനി, വാഴക്കുല ഇതൊക്കെ പ്രധാന കൃതികളാണ്. മലയാളത്തിലെ പ്രശസ്ത കവി ലളിത സുന്ദര ഭാഷ ജനന വർഷമൊക്കെ അവിടെ തന്നിട്ടുണ്ട്. 1911 ഒക്ടോബർ 10 കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രിയ സുഹൃത്തായിരുന്ന ഇടപ്പള്ളി രാഘവൻപിള്ളയുടെ മരണം രമണൻ എന്ന വിലാപകാവ്യം. അപ്പോൾ ചങ്ങമ്പുഴ സുഹൃത്തായ ഇടപ്പള്ളി രാഘവൻപിള്ളയുടെ മരണത്തിൻ്റെ ആ ഓർമ്മയിൽ നിന്ന് എഴുതിയതാണ് രമണൻ എന്ന വിലാപകാവ്യം. ഭാര്യയുടെ പേര് കൊടുത്തിട്ടുണ്ട് ശ്രീദേവി അമ്മ. യുദ്ധസേവനത്തിന് പോയി 1948 ജൂൺ 17 അന്തരിച്ചു. 36 വയസ്സായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ജനനവും മരണം തന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നെ നമുക്കറിയാം ചങ്ങമ്പുഴയെ കുറിച്ചാണ് എഴുതേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ചങ്ങമ്പുഴ എന്ന് ഇവിടെ ഹെഡ്ലൈൻ ആയിട്ട് കൊടുക്കണം. പിന്നെ മരണവും ജനനവും തന്നിട്ടുണ്ട്, ജനന വർഷവും തന്നിട്ടുണ്ട്, മരണവർഷവും തന്നിട്ടുണ്ട്. അപ്പോൾ 1911 മരണവർഷം എത്രയായിരുന്നു? 1948. ഇത് നമ്മൾ ആദ്യം തന്നെ ഹെഡിങ് ആയിട്ട് കൊടുക്കുക. ഇനി നമുക്ക് എഴുതാം. മലയാളത്തിലെ നവോത്ഥാന കവിയാണ് ചങ്ങമ്പുഴ. 48 കവിതാ ഗ്രന്ഥങ്ങളും 13 ഗദ്യകൃതികളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ലളിത സുന്ദര ഭാഷയിൽ കവിത രചിക്കാൻ ചങ്ങമ്പുഴയ്ക്ക് കഴിഞ്ഞിരുന്നു. 1911 ഒക്ടോബർ 10 ഇടപ്പള്ളിയിൽ ജനിച്ചു. പ്രിയ സുഹൃത്തായിരുന്ന ഇടപ്പള്ളി രാഘവൻപിള്ളയുടെ മരണം കവിയെ ദുഃഖത്തിലാഴ്ത്തി. അങ്ങനെയാണ് രമണൻ എന്ന വിലാപകാവ്യം എഴുതിയത്. നാട്ടിലെ ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിനു ശേഷം തിരുവനന്തപുരം ആർട്സ് കോളേജ് ഓണേഴ്സ് ബിരുദം നേടി കുറച്ചുകാലം യുദ്ധസേവനത്തിന് പോയി. പിന്നെ മംഗളോദയം മാസികയുടെ പത്രാധിപരായി. ദേവഗീത, മനസ്വിനി, വാഴക്കുല, കാവ്യനർത്തകി അടക്കം പ്രശസ്ത കൃതികൾ. ചങ്ങമ്പുഴ ശ്രീദേവി അമ്മയെ വിവാഹം കഴിച്ചു. 1948 ജൂൺ 17 അദ്ദേഹം മരിക്കുമ്പോൾ 36 വയസ്സായിരുന്നു. ഇനി നമുക്ക് ഉപന്യാസം തയ്യാറാക്കാനുള്ള ഒരു ചോദ്യമാണുള്ളത്. മാതൃഭാഷയുടെ പ്രാധാന്യം ഈ വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക. അപ്പോൾ നമ്മളിവിടെയും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മാതൃഭാഷയുടെ പ്രാധാന്യം എന്ന ഹെഡിങ് കൊടുക്കുക. നമുക്ക് വിഷയം തന്നിട്ടുണ്ട്, അതുകൊണ്ട് മാതൃഭാഷയുടെ പ്രാധാന്യം എന്ന് നമ്മളൊരു ഹെഡിങ് കൊടുക്കുക. അപരിചിതമായ ഒന്നിനെ സ്വീകരിക്കാൻ കുട്ടിയെ ഏറെ സഹായിക്കുന്ന മാതൃഭാഷയാണ്. അതുപോലെ തന്നെ അമ്മയുമായി ഒരു കുഞ്ഞിൻ്റെ ബന്ധം ഏറ്റവും സുസ്ഥിരമാക്കാൻ ഏറെ സഹായിക്കുന്നതും അവൻ്റെ മാതൃഭാഷയാണ്. അറിവ് ഗ്രഹിക്കുക, പ്രസക്ത തലത്തിൽ സൂക്ഷ്മമായി പ്രയോഗിക്കുക, അറിവിൻ്റെ ആശയങ്ങൾ അപഗ്രഹിക്കുക, വിലയിരുത്തുക, ഇതെല്ലാം ഒരു കുട്ടിക്ക് വേണ്ടതാണ്. ഇതിനെല്ലാം അവനെ ഏറെ സഹായിക്കുന്നത് അവൻ്റെ മാതൃഭാഷ തന്നെയാണ്. നിരന്തരമായ പരിശീലനം കൊണ്ട് ഒരാൾക്കും ഏത് ഭാഷയിലും പ്രാവീണ്യം നേടാൻ കഴിയും. എന്നാൽ വികാരത്തിൻ്റെയും വിചാരത്തിൻ്റെയും തലത്തിൽ സ്വതസിദ്ധമായി പ്രവർത്തിക്കാൻ ഒരു വ്യക്തിക്ക് അവൻ്റെ മാതൃഭാഷയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അതാണ് മാതൃഭാഷയുടെ പ്രാധാന്യം. അപ്പോൾ നമുക്ക് അപരിചിതമായ ഒന്നിനെ, അതായത് തീരെ പരിചയമില്ലാത്ത ഒന്നിനെ സ്വീകരിക്കാൻ നമ്മളെ സഹായിക്കുന്ന എന്താണ്? മാതൃഭാഷയാണ്. അതുപോലെ തന്നെ ഒരു അമ്മയുമായിട്ട് ഒരു കുഞ്ഞിൻ്റെ ബന്ധം ആദ്യമായിട്ട് അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ആശയവിനിമയം ചെയ്യുന്നതും എന്താണ്? മാതൃഭാഷയാണ്. അപ്പോൾ നമ്മൾ അറിവ് ഉണ്ടാക്കുക, അത് നമുക്ക് പ്രയോഗിക്കുക. നമ്മളൊരു കാര്യം നമ്മൾ മനസ്സിലേക്ക് എടുത്തിട്ടുണ്ട്, അത് നമ്മൾ എന്ത് ഭാഷ നമുക്ക് അറിഞ്ഞാലും നമ്മൾ ചിന്തിക്കുക നമ്മുടെ മലയാളത്തിലാണ്. ഒരു കാര്യം നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിന്ത പോകുന്നത് എപ്പോഴും നമ്മുടെ മാതൃഭാഷയിലാണ്. അപ്പോൾ നമുക്കൊരു ആശയം കിട്ടിയാൽ അത് പ്രയോഗിക്കേണ്ടതും അതിൻ്റെ അപഗ്രഥിക്കാനും വിലയിരുത്താനും ഒക്കെ നമുക്ക് എന്ത് വേണം? നമ്മുടെ ഭാഷ തന്നെ പറയും. ഇപ്പം നമുക്ക് നിരന്തരമായ പരിശീലനം കൊണ്ട് നമുക്ക് ഏത് ഭാഷയും, ഇംഗ്ലീഷ്, ചൈനീസ്, സ്പാനിഷ്, അങ്ങനെ ഒരുപാട് ഭാഷകൾ നമുക്ക് സ്വായത്തമാക്കാൻ കഴിയും. പക്ഷേ നമ്മുടെ വികാരം, നമുക്ക് എന്തെങ്കിലും സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് പ്രായോഗിക തലത്തിൽ നമ്മൾ എന്താണ് ഉപയോഗിക്കുക? നമ്മുടെ ഭാഷ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുക, അല്ലേ? അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് മാതൃഭാഷയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടല്ലേ. അമ്മ മലയാളം എന്നാണ് മാതൃഭാഷയെ കുരീപ്പുഴ ശ്രീകുമാറിൻ്റെ അമ്മ മലയാളം എന്ന കവിതയിൽ പറയുന്നത്. അമ്മയ്ക്ക് തുല്യമാണ് നമുക്ക് മലയാളം എന്ന് കവി ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ തന്നെ നമ്മുടെ മാതൃഭാഷയെ പ്രകീർത്തിക്കുന്ന ഒരുപാട് വരികൾ നമ്മുടെ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന 2 വരികളൊക്കെ പെറ്റമ്മതൻ, അങ്ങനെ ഒരുപാട് വരികളുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശേഖരിച്ച് എഴുതാൻ ശ്രമിക്കുക. ഇനി അടുത്തത് ഒരു വിശകലന കുറിപ്പ് തയ്യാറാക്കാനാണ്. ഇന്നത്തെ കടലായിരിക്കുമോ നാളെ എന്ന കുഞ്ഞു മീനിൻ്റെ ചോദ്യത്തിന് വിവിധ കൂട്ടങ്ങളിൽ നിന്ന് അമ്മയ്ക്ക് കിട്ടിയ ഉത്തരങ്ങൾ വ്യത്യസ്തമായിരുന്നു. എന്താവാം അതിന് കാരണം? വിശകലനം ചെയ്ത് കുറിപ്പെഴുതുക. അപ്പം കുഞ്ഞുമീനിനെ ചോദിക്കുന്നുണ്ട്, ഇന്നുള്ള കടലാണോ നാളെ ഉണ്ടാവുക എന്ന്.
അപ്പോൾ അമ്മയ്ക്ക് ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല. അപ്പോൾ അമ്മ പലരോടും ചോദിച്ചു. അപ്പോൾ പല ഉത്തരങ്ങളായിരുന്നു കിട്ടിയത്. അപ്പോൾ അതൊന്ന് വിശകലനം ചെയ്ത് നിങ്ങളോട് കുറിപ്പ് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിലെ ഒരു പ്രധാന പ്രശ്നമാണ് നാടകകൃത്ത് ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. നമ്മുടെ സമൂഹത്തിൽ ഏത് അഭിപ്രായത്തിനും വിവിധ ഉത്തരങ്ങളാണ് ലഭിക്കുന്നത്. അത് ശരിയല്ലേ? നമുക്കൊരു കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളൊരാളോട് അഭിപ്രായം ചോദിക്കുമ്പോൾ നമ്മൾക്ക് 3 സുഹൃത്തുക്കളുണ്ടെങ്കിൽ 3 പേരും പറയുന്നത് വ്യത്യസ്ത അഭിപ്രായങ്ങളായിരിക്കും അല്ലേ? അതുതന്നെയാണ് അമ്മ മീനിന് ഇവിടെയും ലഭിച്ചത്. സംശയം ന്യായമാണെന്ന് അയലക്കൂട്ടം പറഞ്ഞപ്പോൾ കോരയും ഏട്ടയും പറഞ്ഞത് കുഞ്ഞുമീനിന് ഭ്രാന്താണെന്ന്. അപ്പോൾ ഒരാൾ എന്ത് പറഞ്ഞു? കുഞ്ഞുമീനിൻ്റെ സംശയം ന്യായമാണ്, നീതിയുക്തമാണ് എന്ന് ഒരു കൂട്ടർ പറഞ്ഞപ്പോൾ മറ്റുപേർ പറഞ്ഞു അത് തീർച്ചും തെറ്റാണ്, അവനിക്ക് ഭ്രാന്താണ്, കുഞ്ഞുമീന് ഭ്രാന്താണ് എന്നാണ് പറഞ്ഞത്. പണ്ടും ഇത്തരം ചോദ്യങ്ങളായി നടന്നവരുണ്ടെന്ന് നെത്തോലി പറഞ്ഞു. അങ്ങനെ പോയവരുമുണ്ട്, പക്ഷേ ആരും തിരികെ വന്നിട്ടില്ല. നീയും പോയാൽ തിരികെ വരാൻ സാധ്യതയില്ലെന്ന് സൂചനയുമുണ്ട്. എന്നാൽ തിരിച്ചു വരുന്നവരുണ്ടെന്ന് തിരണ്ടി പറഞ്ഞു. ഇങ്ങനെ തർക്കവും കുതർക്കവും എവിടെയും ഉണ്ടെന്ന സൂചന നാടകകൃത്ത് ഇവിടെ തരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കുന്നത്? ഒരു അഭിപ്രായത്തിന് നമുക്ക് എതിരഭിപ്രായവും ഉണ്ടാവും, അനുയോജ്യമായ അഭിപ്രായം ഉണ്ടാവും. അത് എല്ലാ കാലത്തും ഉള്ളതാണ് എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇനി നമുക്കൊരു കഥാപാത്ര നിരൂപണം ആണ് നമുക്ക് തയ്യാറാക്കേണ്ടത്. നമ്മൾ മീനോളം എന്ന പാഠഭാഗം വായിച്ചല്ലോ. അതിൽ കുഞ്ഞുമീൻ്റെ സവിശേഷതകളെ കുറിച്ച് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. പക്ഷേ ഇവിടെ നമ്മൾ തയ്യാറാക്കുന്നത് അമ്മയുടെ കഥാപാത്ര നിരൂപണമാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ചോദ്യത്തിൽ വന്നേക്കാം. ഉത്തരം തേടിയിട്ടൊടുവിൽ നീ തേടി വന്നാലും നിന്നെ ഈ അമ്മ ഉമ്മ വയ്ക്കും, നേടാതെ വന്നാലും ഉമ്മ വയ്ക്കും. സവിശേഷതകൾ വിശദീകരിച്ച് കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. അപ്പോൾ ഇവിടെ എന്താണ് അമ്മ പറയുന്നത്? ഉത്തരം തേടി നീ, ചോദ്യങ്ങളാണല്ലോ കുഞ്ഞുമീനുള്ളത്, ഒരുപാട് ചോദ്യങ്ങളാണ് കുഞ്ഞുമീനുള്ളത്. അപ്പോൾ അമ്മ പറയാണ് ഉത്തരം തേടി നീ വന്നാലും, നീ ഉത്തരമൊക്കെ നിൻ്റെ ചോദ്യത്തിനൊക്കെ ഉത്തരം നീ കണ്ടുപിടിച്ച് വന്നാലും അമ്മ ഉമ്മ വയ്ക്കും. ഇനി അഥവാ നീ തോൽവിയായിട്ടാണ് വന്നത്, നിനക്ക് ചോദ്യത്തിനൊന്നും ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞില്ല, നീ അലഞ്ഞ് തിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും അല്ല വരുന്നത് എന്നെങ്കിലും എന്താണ്, ഞാൻ നിന്നെ ഉമ്മ വയ്ക്കും എന്നാണ് പറയുന്നത്. അതായത് നിന്നെക്കുറിച്ച് എനിക്ക് എപ്പോഴും അഭിമാനമാണ് അല്ലേ? അപ്പോൾ ഈ കുഞ്ഞുമീൻ്റെ നമ്മൾ ആ നാടകത്തിൽ കാണുന്നത് അറിവ് തേടിയുള്ള കുഞ്ഞുമീൻ്റെ ആ സഞ്ചാരത്തിൽ സ്നേഹവും പ്രോത്സാഹനവും നൽകി കൂടെ നിൽക്കുന്ന അമ്മ അല്ലേ? നാടകത്തിൽ കുഞ്ഞുമീനോടൊപ്പം തന്നെ ഒരു എന്താ പറയുക, പ്രാധാന്യം അർഹിക്കുന്ന കഥാപാത്രമാണ് അല്ലേ? അപ്പോൾ കുഞ്ഞുമീൻ അമ്മയോട് ധാരാളം ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞുമീനിനെ സംബന്ധിച്ച് എന്താണ്, അറിവ് തേടാനുള്ള അതിയായ ആഗ്രഹമാണ് കുഞ്ഞുമീന് ഉള്ളത്. പക്ഷെ കുഞ്ഞുമീൻ്റെ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ, എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ അമ്മയ്ക്ക് സാധിക്കുന്നില്ല. അപ്പോൾ അമ്മയ്ക്ക് സാധിക്കാൻ പറ്റാത്ത ചോദ്യങ്ങളുടെ ഉത്തരം അമ്മ എന്താണ്, പലരോടും അന്വേഷിക്കുകയും ചോദിക്കുകയൊക്കെ ചെയ്യേണ്ടത്. അതാണ് നമ്മൾ നേരത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് നമ്മൾ കണ്ടത്. പക്ഷേ എന്നാലും തൃപ്തികരമായ ഉത്തരം കുഞ്ഞുമീനിന് കൊടുക്കാൻ അമ്മയ്ക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അറിവ് തേടിയുള്ള അവളുടെ സഞ്ചാരത്തിന് അമ്മ എല്ലാ പിന്തുണയും നൽകുകയാണ് അല്ലേ? അപ്പോൾ അമ്മ തന്നോടൊപ്പം വരണമെന്ന് കുഞ്ഞുമീൻ പറയുന്നുണ്ട്. പക്ഷേ തൻ്റെ ഉത്തരവാദിത്തത്തെ പറ്റി അമ്മ അന്നേരം ഓർമ്മിക്കുകയാണ്. മറ്റു മക്കളെ, കുഞ്ഞുമീൻ മാത്രമല്ലല്ലോ, മറ്റു മക്കളെയും കരുതലോടെ കാക്കേണ്ട തൻ്റെ കടമയെ അമ്മ ഓർമ്മിക്കുകയാണ്. അപ്പോൾ ഇത്തരം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആ ഒരു നാടകത്തിൽ അമ്മമ്മീൻ്റേതായിട്ടുള്ള സവിശേഷതകൾ കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ നിങ്ങൾ കുഞ്ഞുമീൻ്റെ സവിശേഷതകളും പഠിച്ചു വെക്കുക. നമുക്ക് കഥാപാത്ര നിരൂപണമായിട്ട് ഇതിലേതെങ്കിലുമൊക്കെ ഒന്ന് വരാം. മീനോളം എന്ന നാടകത്തിലെ പ്രധാന കഥാപാത്രങ്ങളിൽ ഒരാളാണ് അമ്മമ്മീൻ. തൻ്റെ കുഞ്ഞിനെ പൂർണ്ണമായും മനസ്സിലാക്കുന്ന അമ്മ കുഞ്ഞുമീൻ്റെ സുരക്ഷിതത്വവും ആഹാരവും മാത്രമല്ല കുഞ്ഞിൻ്റെ മനസ്സ് മനസ്സിലാക്കാനുമാണ് ശ്രദ്ധിച്ചത്. കുഞ്ഞിൻ്റെ സംശയങ്ങൾ തനിക്ക് തീർത്തു കൊടുക്കാനാവില്ലെന്ന് ബോധ്യപ്പെട്ടപ്പോൾ മറ്റു മത്സ്യക്കൂട്ടങ്ങളോട് അന്വേഷിച്ച് ഉത്തരം കണ്ടെത്തി നൽകാൻ അമ്മ പരിശ്രമിക്കുന്നുണ്ട്. അയലക്കൂട്ടങ്ങൾ ഒഴിച്ച് മറ്റെല്ലാവരും ഇത്തരം സംശയങ്ങൾക്ക് വില നൽകാതിരുന്നപ്പോഴും കുഞ്ഞിന് ഭ്രാന്താണെന്ന പഴി കേൾക്കേണ്ടി വന്നപ്പോഴും കുഞ്ഞിനെ ഒറ്റപ്പെടുത്താതെ ഉത്തരങ്ങൾ സ്വയം അന്വേഷിച്ച് കണ്ടെത്താൻ കുഞ്ഞിനെ പ്രോത്സാഹിപ്പിക്കുന്ന അമ്മമീൻ കുഞ്ഞിൻ്റെ യഥാർത്ഥ വളർച്ച ആഗ്രഹിക്കുന്ന അമ്മ തന്നെയാണെന്ന് വ്യക്തമാക്കും. മരണത്തിന് മുന്നിൽ പോലും തോൽക്കാതെ കുഞ്ഞിനു വേണ്ടി കാത്തിരിക്കുന്ന ആ അമ്മ കുഞ്ഞിൻ്റെ അനുഭവങ്ങൾ കേട്ട ശേഷം മാത്രമാണ് മരണത്തിലേക്ക് പോലും നീങ്ങുന്നത്. അന്വേഷണ കുതുകിയായ കുഞ്ഞുമീനിന് വഴികാട്ടി കൊടുക്കുന്ന അമ്മമീൻ നാടകത്തിലെ ഒരു ശക്തമായ കഥാപാത്രമാണ്. അതായത് കുഞ്ഞിൻ്റെ വളർച്ചയിൽ അറിവ് തേടിയുള്ള സഞ്ചാരത്തിൽ സ്നേഹവും പ്രോത്സാഹനവും നൽകി കൂടെ നിൽക്കുന്ന അമ്മ, കട്ടക്ക് നിൽക്കുന്ന അമ്മ നാടകത്തിൽ നിൽക്കുന്ന ഒരു പ്രധാന കഥാപാത്രം തന്നെയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു
ചോദ്യപേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം.